പറിച്ച് മാറ്റിയാണ്. എന്നിട്ട് അടുത്തൊരു പരീക്ഷണം ഈ വെള്ളം താന്നു തുടങ്ങിയാൽ കണ്ടോ. ഇപ്പോൾ അതെ കഴിഞ്ഞ ദിവസമൊക്കെ ഇത്ര ഉണ്ടായിരുന്നു, പതിയെ പതി താന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് താന്നു തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ അടുത്ത കൃഷിയിലേക്ക് കടക്കാം. അല്ലാതെ ഇത് ഇച്ചിരി കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പം ഇതിനകത്ത് മൊത്തം ഇങ്ങനെ നിർത്തി ഇങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 10,000 രൂപ കിട്ടുമായിരിക്കും. അതൊന്നും കൊണ്ട് കാര്യമില്ല. നമ്മൾ പുതിയത് കൃഷി ചെയ്ത് പോയ നഷ്ടം കംപ്ലീറ്റ് ഈ പടം തന്നെ പിടിക്കാനുള്ള ശ്രമം നടത്തും. ഇനി പോട്ടെന്ന് വെക്കും. അപ്പോൾ അതാണ് കൃഷിയുടെ റിസ്ക്. നല്ല വളക്കുള്ളതാണ് കൊണ്ടൽ കൃഷി എന്നാണ് പറയണത്. കൊണ്ടാൽ അടിപൊളിയായിട്ട് കൊള്ളും, നമുക്ക് പോക്കറ്റിൽ കാശും വരും. അത്രയ്ക്ക് പ്രയോജനം ചെയ്യുന്ന പാടായത് കൊണ്ടാണ് ഈ പാടത്തൊക്കെ നമ്മൾ റിസ്ക് എടുത്ത് കൃഷി ചെയ്യണത്. മഴ പെയ്യില്ലായിരുന്നു കൊണ്ടല്ല ഇപ്പം ഗംഭീരമായിട്ട് കാവിന് തുടങ്ങിയാണ്. ഇവിടെ വെള്ളത്തിലായിട്ട് ഫുള്ള് പടം നിറങ്ങി നല്ല പച്ചപ്പ് കൊണ്ട് കേട്ടതേ. ഒട്ടുവളരി ഇവിടെ കുറച്ച് ഏരിയ നട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇത് കണ്ടതേ, ഇതൊക്കെ പറിച്ച് മാറ്റിയിട്ട് അടുത്ത കൃഷി ചെയ്യണം, അല്ലെങ്കിൽ രോഗങ്ങൾ വരും. ഇത് കംപ്ലീറ്റ് പറിച്ച് മാറ്റാതെ അടുത്ത കൃഷി ചെയ്യണമെങ്കിൽ രോഗങ്ങൾ വരും. ഇവിടെയൊക്കെ ഫുള്ള് കായ കണ്ടത് നോക്കിയത് എത്ര കായാണെന്ന് നോക്കിയാൽ 1, 2 ഇഷ്ടംപോലെ പൂവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സ്റ്റേജാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് അടുത്ത കൃഷിയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു 2.5 മാസം കഴിയുമ്പോൾ അടുത്ത മഴ വരും. അതായത് മെയ് അവസാനത്തോടെ അടുത്ത മഴ വരും. അപ്പോൾ അതും ഒരു റിസ്ക് ഉണ്ട്. എങ്കിൽ പോലും ഏകദേശം ഇനിയൊരു കൃഷി ഇവിടെ റെഡിയാക്കാൻ വേണ്ടി എനിക്കൊരു 10,000 രൂപ മുടക്ക് മതി. ഓൾറെഡി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 10,000 രൂപ പോട്ടേന്ന് വെക്കും. 1 ഏക്കർ വരുന്ന കൃഷിയിടാണ് കേട്ടോ. ഇവിടെയാണ് കൂടുതലുള്ളത്, ഇവിടെ ഒരു കുറച്ചുണ്ട്. അപ്പോൾ 75-25 ആയിട്ടുള്ള പ്ലോട്ടാണ് കേട്ടോ. ഇത്ര വലിയൊരു വരമ്പുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും പൊക്കിയാണെങ്കിൽ സേഫ് ആയിക്കണ്ട. താഴെ വെള്ളമുണ്ട്. ഓക്കെ, അതെ വെള്ളത്തിലൊക്കെയാണ് ഫുള്ള് ആയിപ്പോൾ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിട്ട് ഒരാഴ്ച ഇവിടെയൊക്കെ ഫുള്ള് അഴുക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെയൊക്കെ പച്ചപ്പുണ്ട്. ഇതൊന്നും നിർത്തിയിട്ട് കാര്യമില്ല. ഉണ്ടായി ഇനി കുറച്ച് അടുത്ത് മാത്രം നിർത്തിയിട്ട് എന്ത് കാര്യം, നമുക്ക് ഒരു രീതിയിലും മുതലാകല. കൃഷിയുടെ മോഡൽ എന്ന് വെച്ചാൽ താഴ്ന്ന പ്രദേശമുണ്ട്, മേൽത്തട്ടിലുണ്ട്. ഇപ്പോൾ താഴ്ന്ന പ്രദേശത്താണ് ഇവിടെ കൂടുതലും പണി കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ ഈ ഒരു ഫെബ്രുവരി മാസമൊന്നും ഇത്ര ശക്തമല്ല മഴ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്രത്യക്ഷമായിട്ട് ഇതാ ന്യൂനമർദ്ദമാണ് ഈ പാടമൊക്കെ വെള്ളത്തിലാക്കിയത്. ഇപ്പോൾ വെള്ളരിയൊക്കെ വെച്ചാൽ ഫുള്ള് കാഴ്ച തുടങ്ങിയ സ്ഥയാണ്. ഇത് പടം ഇറങ്ങിയ സമയത്ത് ഫുള്ള് വെള്ളത്തിലിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ തണ്ടൊക്കെ ഇവിടെ അഴുകി ഇവിടെയൊക്കെ ഫുള്ള് പോയി കേട്ടോ. ഇതൊക്കെയാണ് നിലവിലുള്ള സാഹചര്യം. ഫുള്ള് കണ്ണിവെള്ളരിയാണ് ചെയ്തത്. വിഷുവിനൊക്കെ എങ്ങനെയും ഒരു 25 രൂപ 30 രൂപ വരെയൊക്കെ കൃഷിക്കാർക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ 1 ഏക്കറിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ഒരു 7,000 മുതൽ 12,000 കിലോ വരെ ഇവിടുന്ന് പറിക്കേണ്ട ഒരു ബോട്ടാണെന്ന് ഓർക്കണം. അപ്പോൾ തന്നെ ഇവിടുത്തെ ചിലവെന്ന് വെച്ചാൽ ആദ്യം ഫുള്ള് ട്രാക്ടർ അടിച്ച് വളയിട്ട് ഒരു 10-30 ലേബർ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് ഇവിടെ ഈ 1 ഏക്കർ സ്ഥലത്ത് ഒരു 60,000 to 70,000 രൂപ അടുത്ത് മുടക്ക് വന്നിട്ടുണ്ട്. അത്ര റിസ്ക് ആയിട്ടുള്ള പാടായിരുന്നു, നല്ല ചെളിയുള്ള പാടായിരുന്നു. പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. മാത്രമല്ല ഈ പാടത്ത് കഷ്ടകാലത്തിന് ഇൻഷുറൻസും ചെയ്തിട്ടില്ല, ഇത്ര മരുന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ടോട്ടലി അത്ര നഷ്ടമുണ്ട്. എടുക്കാൻ പറ്റുന്നെങ്കിൽ 1.5 to 2 ലക്ഷം രൂപയുടെ സാധനം നമുക്ക് അവിടുന്ന് പറിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പറിക്കണതും കുറച്ച് വളപ്രയോഗം കൂടെയൊക്കെ മാത്രമേ ഉള്ളൂ. ഒരുമാതിരിപ്പെട്ട മിക്ക വളങ്ങളും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ഒരു 30,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടേണ്ട ഒരു പാടത്താണ് നമുക്കിപ്പോൾ നിലവിൽ ഇപ്പം നഷ്ടം വന്നിരിക്കുന്നത്. ഇതാണ് കൃഷിയുടെയൊക്കെ അവസ്ഥ ഇതാണ്. പക്ഷേ വേറെ സ്ഥലത്തൊക്കെ സേഫായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ഗുണകരമായിട്ടുണ്ട്. കാരണം ഇപ്പം നല്ല വെള്ളം കിട്ടാത്ത സാഹചര്യമുള്ള സ്ഥലത്തൊക്കെ ഗുണകരമായിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലത്ത് പോയിട്ടുണ്ട്.